നീ ഒരു കത്തി എടുത്ത് ആ കയറുകളൊക്കെ മുറിച്ചു കളയും. The Spirit of the Lord is constantly talking to His church, no doubt about it. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. ആത്മാവ് സഭകളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ചെവി ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ സാധനം ഉണ്ടെന്നല്ല അർത്ഥത്തിലല്ല, ട്യൂൺഡ് ആയിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ we will hear what the Lord is telling to His church. ഈ സഭയോടും ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ നാളുകളായിട്ട് ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനകളിലും മറ്റും നമ്മൾ ഇരുന്നപ്പോൾ അത് പല പ്രാവശ്യം ആവർത്തിച്ച് ചിലരെങ്കിലും കേട്ട് കാണും. കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പരസ്യമായിട്ട് പ്രത്യേകിച്ച് ഓൺലൈനിൽ കൂടെ പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, സഭയായി പ്രത്യേകിച്ച് സഭയുടെ നേതൃത്വത്തോട് പറഞ്ഞൊരു കാര്യം, നീ ഒരു കത്തി എടുത്ത് ആ കയറുകളൊക്കെ മുറിച്ചു കളയണം. ഏത് കയറുകൾ? അനേക ബോട്ടുകൾ, അനേക നൗകകൾ, അല്ലെങ്കിൽ വള്ളങ്ങൾ, അല്ലെങ്കിൽ കപ്പലുകൾ എന്ന് വെച്ചു. അത് നല്ലവണ്ണം അത് പണിയെല്ലാം കഴിഞ്ഞ് അത് നല്ലവണ്ണം സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് അതിങ്ങനെ പുറപ്പെടാൻ തയ്യാറായിരിക്കുക. പക്ഷേ ഈ ബോട്ടുകളെല്ലാം ഷിപ്പ് യാർഡിൽ അല്ലെങ്കിൽ ഡോക്കിൽ ഇതെല്ലാം കെട്ടി നിർത്തിയിരിക്കുക. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് പറയുന്നു, അവർ കത്തി എടുത്തു കൊണ്ടുവന്ന് ആ കയറുകൾ മുറിച്ചു വിടണം. എന്നിട്ട് പറയുന്നു, ആ ബോട്ടുകൾ പോകട്ടെ. ആ ബോട്ടുകൾ പലതും പല രാഷ്ട്രങ്ങളിലേക്ക് പോകും. Some of the boats even will go to many nations. അനേക രാജ്യങ്ങളിലേക്ക് പോകുന്ന ബോട്ടുകളാണ്. അപ്പം അതിനെ ഇവിടെ കെട്ടിയിടണ്ട, അതിനെ മുറിച്ച് വിട്ടേക്കണം. ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബോട്ടിൽ കയറി അതൊരു കരയെ കൊണ്ട് കെട്ടിയിട്ടാൽ എന്ത് രസമാണല്ലേ. കുറച്ചാൾ മുമ്പ് ഞങ്ങളെ ഒരു കുടുംബം നമ്മുടെ കുട്ടനാട്ടിലുള്ള ഹൗസ് ബോട്ടിൽ ഒന്ന് കൊണ്ടുപോയി. നിങ്ങളെല്ലാവരും ഹൗസ് ബോട്ടിൽ പോകുന്നവരാണ്. എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നും എപ്പോഴും കിട്ടാറില്ല. അപ്പോൾ ഒരു കുടുംബം പറഞ്ഞു, നമുക്ക് പാസ്റ്ററും ഭാര്യയും വരണം, നമുക്കൊന്ന് ഒരു രാത്രി ഹൗസ് ബോട്ടിൽ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ച് രാത്രി മുഴുവൻ ഈ ഹൗസ് ബോട്ടിൽ ഇങ്ങനെ ആ വേമ്പനാട് കായലിൽ ഇങ്ങനെ ഒഴുകി നടക്കുമെന്നാണ് വിചാരിച്ച്. വൈകിട്ട് 5 മണിക്ക് ബോട്ടിൽ കയറി ഉടനെ അവർ ഒരു കറക്കം കറക്കി 6 മണിക്ക് ഒരു കുറ്റി കൊണ്ട് കെട്ടിയിട്ടു. അടുത്ത ദിവസം രാവിലെ 6 മണിക്കാണ് പിന്നെ അഴിച്ച് പുറത്ത്. അപ്പോൾ ഈ രാത്രി 6 തൊട്ട് രാവിലെ 6 വരെ ഏതോ ഒരു കടവിൽ കൊണ്ട് കെട്ടിയിട്ടു. അതിനകത്ത് ബെഡ്റൂമൊക്കെ ഉണ്ട്, അതിനകത്ത് കാര്യമുണ്ട്. 8 മണിയായപ്പോൾ ഒരുത്തം വന്ന് ചോറും കറിയും ചപ്പാത്തിയൊക്കെ വിളമ്പി തന്നിട്ട് അവനും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അവനും പോയി. നമ്മൾ ആ കെട്ടിയിട്ട വളർത്തി കിടന്ന് ഉറങ്ങുക. എന്താണ് അതിലുള്ള രസവും എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞ ഇന്നത്തെ ക്രിസ്തീയ സഭ ഇതുപോലെയാണ്. നമ്മൾ ഈ പറഞ്ഞ ഫുള്ളി ലോഡഡാണ് അല്ലേ, ഫുള്ളി ഈ പറഞ്ഞ കംപ്ലീറ്റ് നമ്മളുടെ പണി കഴിഞ്ഞു. പക്ഷേ ഇത് ഇറങ്ങി പോയി, ഇത് എത്തേണ്ടടുത്ത് എത്താതെ, ഇതിനകത്തുള്ള സാധനങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ കഴിയാതെ നമ്മളെയും അവിടങ്ങളിൽ ഈ പറഞ്ഞൊരു ബോട്ട് കരയ്ക്ക് കെട്ടി നിർത്തിയിരിക്കുന്നത് പോലെ നമ്മളെ കെട്ടി നിർത്തിയിരിക്കുകയാണോ എന്നൊരു സംശയം. ഇത് മരണപ്പെടുന്നോ അല്ലല്ലേ? നിങ്ങൾ എന്നെ നോക്കുന്നതാണോ തോന്നുന്നു, ദൈവമേ ഇനി അടുത്ത സമയമായ വിധത്തിലും കൂടെ നമുക്ക് പാടിയാൽ മതി തോന്നുന്നു. അതോ നിങ്ങൾ ഈ ബോട്ടിന്റെ കഥയൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണ്? ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സഭ ഒരു കുറ്റിയിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ബോട്ടിന് സമമാണ്. എത്ര പേര് രാമയും പറയും? പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഈ കേരളത്തിൽ നിന്നാണ് ഇന്ത്യയിലൊട്ടാകെ സുവിശേഷമായിട്ട് പോയത് ഈ കേരളത്തിലെ ദൈവമക്കളാണ്. ഇനി ലോകത്തിന് എത്രയോ സ്ഥലങ്ങളിൽ മലയാളികൾ പോയി കർത്താവിന്റെ നാമത്തിൽ അവിടെവിടങ്ങളിൽ സഭകൾ സ്ഥാപിക്കുകയും അനേക സുവിശേഷ പ്രവർത്തനം ചെയ്ത ഒരു ചരിത്രം ഈ കേരളത്തിലുണ്ട്. പക്ഷെ ഇന്ന് ഈ കെട്ടിയിട്ടിരിക്കുന്ന ബോട്ട് പോലെയാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് പ്രധാനാത്മാവിൽ ദൈവം വ്യക്തമായി പറയുന്നു, ഒരു കത്തി എടുത്ത് ആ കയറുകൾ മുറിച്ചു കളയുക. രാമൻ പറയുന്നു, ഇന്ന് ആക്ച്വലി പ്രൊഫറ്റിക്കലി വി നീഡ് ടു കട്ട് ദ റോപ്സ് സോ ദാറ്റ് ദേ വിൽ ബി ഫ്രീ, ദേ വിൽ ബി ഫ്രീ. അപ്പൊ അവിടെ ദൈവം പറഞ്ഞൊരു കാര്യം, ഈ ബോട്ടുകൾ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ചില വ്യക്തികളെ മുറിച്ചു വിടുക. അവർക്കുള്ള ശുശ്രൂഷ ഈ 4 ചുവരുകൾക്കുള്ളിലും ഈ സഭയിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല, അവരെ മുറിച്ച് സ്വതന്ത്രമായി വിടുക. 2, ചില കുടുംബങ്ങളെ അവരെ സഭയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഷോ പീസസ് ആയിട്ട് ഇങ്ങനെ ചർച്ചിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, അവരെ മുറിച്ചു വിടുക.
3, ചില ചെറിയ സ്മോൾ മിനിസ്ട്രീസ്, ചെറിയ ശുശ്രൂഷകൾ, അതിന് ചെറിയ തരത്തിൽ അവിടെ ശുശ്രൂഷ നടക്കുന്നു. അങ്ങനെയുള്ള ശുശ്രൂഷകളെ ഇനി സഭയ്ക്കുള്ളിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട അവരെ മുറിച്ചു വിടുക. അവർ പോയി സ്വതന്ത്രമായി കർത്താവിനെ സേവിക്കട്ടെ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു ആമേൻ പറയാൻ തോന്നുന്നുണ്ടോ? Do you feel that you want to say an amen? ഇന്ന് പലപ്പോഴും അനേക വ്യക്തികൾ, അനേക കുടുംബങ്ങൾ, അനേക കൊച്ചു കൊച്ചു ശുശ്രൂഷകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് സഭയോട് പറഞ്ഞു, ഈ 2024 ആദ്യത്തെ ആഴ്ച ഞാൻ പ്രവചനാത്മാവിൽ കർത്താവ് പറഞ്ഞ കാര്യം തന്നെയാണ് സഭയോട് വിളിച്ചു പറയുന്നു. അത് എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് മാത്രമല്ല, ഈ ഓൺലൈനിൽ കൂടെ ഞങ്ങളെ കേൾക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസികളായ നിങ്ങളോടും സഭകളോടും പറയുന്നു, അവിടങ്ങളിൽ കെട്ടപ്പെട്ടിരിക്കുന്ന എല്ലാ അവസ്ഥയിൽ നിന്നും കർത്താവ് നമ്മളെ മുറിച്ചു വിടുവാൻ കൽപ്പിക്കുന്നു. Hallelujah. The Lord is asking us to just cut the rope so that the boats will go. The boats will go. ഈ ദിവസങ്ങളിൽ ഭൂമിയുടെ അറ്റത്തോളം ഈ സുവിശേഷമായിട്ട് പോവാൻ, അത് യെരൂശലേമിലായാലും യഹൂദയിൽ എല്ലായിടമായാലും ശമരിയയിലാണെങ്കിലും എവിടേക്കാണെങ്കിലും പോകുന്നിടത്ത് കർത്താവിന്റെ സാക്ഷിയായി പോവാൻ, കർത്താവിന്റെ നാമത്തിൽ പോവാൻ, യേശുവിന്റെ സുവിശേഷമായിട്ട് പോവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പോവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് ദൈവം സഭയായി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോട് പറയുന്ന ഒരു ദൂത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. അത് മറ്റൊന്നുമല്ല, കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വളരെ നമ്മൾ ചിന്തിച്ച വിഷയമാണ്. മറ്റൊന്നുമല്ല, അവിടെ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയം ഇത്രയേ ഉള്ളൂ. ആ വിഷയം, കർത്താവേ, ഞങ്ങളുടെ വിളി എന്താണെന്ന് കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ലോർഡ്, ഓപ്പൺ അവർ ഐസ് സോ ദാറ്റ് വി വിൽ നോ വാട്ട് ഈസ് അവർ കോളിംഗ്. ഞങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ വിളി എന്താണെന്നുള്ളത് അറിയണം. 2, കർത്താവേ, the riches of the glory of his inheritance in the saints. ഞങ്ങൾക്ക് കർത്താവേ, വിശുദ്ധരെന്ന നിലയ്ക്ക്, കർത്താവ് ദൈവമക്കളുടെ നിലയ്ക്ക് ഞങ്ങൾക്ക് അങ്ങേയുള്ള അവകാശം. 3, the boundless greatness of his power towards us who believe. വിശ്വസിക്കുന്ന ഞങ്ങളിൽ വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം. 3 കാര്യങ്ങളാണ്. ഇന്ന് എൻ്റെ വാക്കുകൾ ഞാൻ ഇത് പറഞ്ഞ് നിർത്തുകയാണ്. ഇനി പ്രസംഗം എൻ്റെ ഭാഗത്തു നിന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എനിക്ക് നല്ല ശരീരത്തിൽ സുഖമില്ല. ഞാൻ കഷ്ടപ്പെട്ടു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നിയില്ല. കാര്യം അതുപോലുള്ള ശബ്ദ വളർച്ചയും ശ്വാസം മുട്ടും ഒക്കെ എനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അനേകം എനിക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥന, എനിക്ക് പലരും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു, അത്ര ധൈര്യമായിട്ട് പോ, ഇന്ന് ദൈവം തരുന്ന ദൂത് വിളിച്ചു പറ, ദൈവം ശക്തി തരും. ദൂരെ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. എനിക്ക് വളരെ സന്തോഷം തോന്നി. ചിലരോട് ദൈവാത്മാവ് വെളിപ്പെടുത്തിയെടുത്ത് എന്നെ ഇങ്ങോട്ട് രാവിലെ മെസ്സേജ് അയച്ചു, കർത്താവ് വളരെ ശക്തമായിട്ട് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു, ഒന്നും ഭയപ്പെടരുത്, എഴുന്നേറ്റ് ദൈവം തന്ന ദൂത് പറയുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഞാനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ, കോളിംഗ്, നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ വിളി. എത്ര പേർക്ക് ഒരു ബോധ്യമുണ്ട് നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്? എന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെന്ന് ബോധ്യമുള്ളവരെല്ലാം നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞു, എന്നെ ദൈവം വിളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളിങ്ങനെ എന്നെ നോക്കുന്നത്, എന്നെ എപ്പം വിളിച്ചു, ആര് വിളിച്ചു, എന്ന് വിളിച്ചു, ഞാൻ കേട്ടില്ല, എനിക്കറിയത്തില്ല. ബൈബിൾ എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മളെല്ലാം ദൈവം വിളിച്ചിട്ടിരിക്കുക, അല്ലെ? ജനറലി നമ്മളെ വിളിച്ചിട്ടിരിക്കുക. We have a calling. Each one of us have a calling. അല്ലെ? നമ്മളെ ദൈവം വിളിച്ചു, ഒരു സാക്ഷിയാകാൻ വിളിച്ചു, അല്ലെ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മേൽ ആ ദൈവത്തിന്റെ വിളി ഉണ്ട്. 2, വിളിക്കപ്പെട്ട നമുക്ക് ഒരു അവകാശം ദൈവം തന്നിരിക്കുന്നു. ആലോചിക്കേ, ഇന്ന് ലോക മനുഷ്യർക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അവകാശം നേടിയെടുക്കാനും, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ അറിയാമല്ലോ, നമുക്ക് ഇച്ചിരി കമ്മ്യൂണിസ്റ്റ് ആവത്തുണ്ട്. എന്താണ് അവകാശങ്ങൾ നേടിയെടുക്കും. നമ്മൾ ഇത്രയും വർഷമായിട്ട് എത്ര അവകാശങ്ങൾ നേടിയെടുത്തു, അല്ലേ? അതുകൊണ്ട് നമുക്കുള്ള അവകാശങ്ങളൊന്നും ഇവിടെ നേടിയെടുക്കേണ്ട പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്ന അവകാശമുണ്ട്, അല്ലെ? ദൈവികമായ ഗോഡ്ലി ഇൻഹെറിറ്റൻസ്. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ കാര്യം. ദൈവം നമുക്ക് തന്ന അവകാശമുണ്ട്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. സ്തോത്രം ചെയ്യാമോ? ലോർഡ്, താങ്ക് യു ഫോർ ദ ഗോഡ്ലി ഇൻഹെറിറ്റൻസ് that I have. എനിക്കുള്ള ആ വലിയ അവകാശത്തിനായിട്ട് സ്തോത്രം. 3, എന്താണ്? The boundless greatness of his power. ദൈവത്തിന്റെ അളവറ്റ ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ള ശക്തിയെ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ട്രിഗർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടി ഒറ്റ കാര്യമുള്ളൂ, കീ ഉണ്ട്.
നമ്മളിപ്പോൾ എല്ലാവർക്കും ഈ പാസ്വേഡ് വേണമല്ലോ, അല്ലെങ്കിൽ OTP ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പലതും കൊണ്ട് കയറാൻ പറ്റും. അങ്ങനെയെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ശക്തി അത് പ്രവർത്തിക്കണമെങ്കിൽ അതിനൊറ്റ കീ ഉള്ളൂ. എന്താണെങ്കിലും ആ കീ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ഇവിടെ വിളിക്കപ്പെട്ട എല്ലാവർക്കും നിങ്ങൾക്കൊരു അവകാശമുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും യു ഹാവ് എൻ ഇൻഹെറിറ്റൻസ്. ഇനി അങ്ങനെയുള്ള നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തി ദൈവം വെച്ചിട്ടുണ്ട്. ആ ശക്തി പ്രവർത്തിപ്പിക്കുവാൻ ഒറ്റ വഴിയുള്ളൂ, വിശ്വസിക്കണം. വിശ്വസിക്കണം. ആമേൻ പറഞ്ഞാൽ വിശ്വസിക്കണം. നിങ്ങളൊരു രോഗിയെ കണ്ടു, ശരിയാണ്, നിങ്ങളുടെ ഉള്ളിൽ പറയുന്നു, ഒരു മനസ്സലിയുന്നു ആ രോഗിയെ കണ്ടിട്ട്, ശരി ഞാൻ എന്ത് ചെയ്യും? അയ്യോ, നമ്മൾ സാധാരണ മലയാളികൾ പറഞ്ഞൊരു വാക്കാണ്, അയ്യോ കഷ്ടമുണ്ട്, സോ സാഡ്, അയ്യോ. ഇത് പറഞ്ഞുകൊണ്ട് ആ രോഗിക്ക് വല്ല ഗുണമുണ്ടോ? അല്ലെ, നമുക്ക് ഈ പറഞ്ഞ സിമ്പതി അല്ല മറ്റുള്ളവരെ കാണുമ്പോൾ വേണ്ടത്. നമുക്ക് വേണ്ടത് യേശുവിനുണ്ടായിരുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. എന്താണ്? കമ്പാഷൻ. He had compassion and he healed him. യേശു എവിടെയൊക്കെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടോ, പ്രത്യേകിച്ച് രോഗസൗഖ്യം യേശു എവിടെയൊക്കെ ചെയ്തതായി നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുവോ അതിനൊറ്റ കാരണമേ അവിടെ എഴുതുന്നുള്ളൂ. എന്താണെന്നറിയാമോ? And Jesus had compassion and touched him. And Jesus had compassion and raised the dead. And Jesus had compassion on that mother, the widow, and he raised his son. യേശു എവിടെയൊക്കെ അത്ഭുതം ചെയ്തോ അതിനൊറ്റ കാരണമേ ഉള്ളൂ, മനസ്സലിവ്. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവസഭയിൽ കുറഞ്ഞു പോയിരിക്കുന്ന കാര്യം മനസ്സലിവാണ്. അങ്ങനെയെങ്കിൽ ഈ പുതിയ വർഷം നമുക്ക് ആ മനസ്സലിവ് മടക്കിയെടുക്കണം. എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവേ, എനിക്ക് ആ മനസ്സലിവ് ഒന്ന് മടക്കി തരണമേ. അല്ലെ, പലപ്പോഴും നമ്മൾ പാടും, മനസ്സലിവിൻ മഹാദൈവമേ. മനസ്സലിവിൻ മഹാദൈവോടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് മനസ്സലിവുണ്ടോ? ഇനി മനസ്സലിവുണ്ടെങ്കിൽ ഒരു രോഗിയെ കണ്ടാൽ ആ രോഗിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ വേണമെങ്കിൽ രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാം. പക്ഷെ വിശ്വാസത്തോടെ നിങ്ങൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ഒരു കാര്യം നടക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള അളവറ്റ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും. അല്ലെ, നിങ്ങളുടെ ഉള്ളിലുള്ള അളവറ്റ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും. ആ ശക്തി പോയി നിങ്ങൾ കൈ വെച്ച് ഒരു ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ദൈവശക്തി നിങ്ങളുടെ കയ്യിലൂടെ ആ വ്യക്തിയിലേക്ക്, ആ രോഗിയിലേക്ക് ചെന്ന് ആ രോഗി സൗഖ്യമാകുകയാണ് ചെയ്യുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് മുതൽ അതങ്ങ് ആക്ടിവേറ്റ് ചെയ്യാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നു? How many believe that it's going to be activated from this day onwards? ഇന്ന് മുതൽ അത് അവിടെ നിന്ന് പ്രവർത്തിപ്പിക്കുവാൻ കർത്താവേ ഞാൻ തീരുമാനിക്കുന്ന കാര്യം. ദൈവവചനത്തിൽ ഞാനിത് കേട്ടത്, എൻ്റെ ഉള്ളിൽ അത്യന്ത ശക്തി ഉണ്ടെന്നും ആ ശക്തി പ്രവർത്തിപ്പിക്കുവാൻ ഒറ്റ വഴിയുള്ളൂ. എന്താണ്? വിശ്വസിക്കുകയാണ്. പലപ്പോഴും എൻ്റെ അവിശ്വാസം നിമിത്തം എൻ്റെ ഉള്ളിൽ ഈ ശക്തി ഉള്ള കാര്യമേ ഞാൻ അറിഞ്ഞില്ല. ഇന്ന് രാവിലെ ഈ ആരാധനയിൽ വന്ന ഓരോ ദൈവവൈദ്യനോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ഈ ശക്തി ദൈവം തന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആ ശക്തി ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇല്ല, ഞാനത് പ്രാപിച്ചിട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഇന്ന് ആ ശക്തി പ്രാപിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. അതിനുള്ള ഏറ്റവും നല്ലൊരു അവസരം കൂടിയാണ് ദൈവം നമുക്ക് ഒരുമിച്ച് നിങ്ങൾ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാനൊരു വാക്കുകൾ ഞാൻ ഇവിടെ നിർത്താൻ പോവാം. 3 കാര്യം ഇന്ന് നിങ്ങളെ പ്രാർത്ഥിച്ച് നിങ്ങളെ റിലീസ് ചെയ്യുകയാണ്. സാധാരണ പാസ്റ്റർമാരെല്ലാം എങ്ങനെയെങ്കിലും സഭ വളരണം, ഓരോ ഞായറാഴ്ചയും പുതിയ ആൾക്കാർ വരും, പുതിയ ആൾ വരണം, ഇതാണ് ആഗ്രഹം. ഞാൻ പറയട്ടെ, ഈ പാസ്റ്റർ നേരെ തലരിഞ്ഞ ഓർത്തോണം. അറിയാലോ, മുംബൈ പാസ്റ്റർക്ക് ചില തലരിവുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാരും കൂടെ ഞായറാഴ്ച കൂട്ടി വരുത്തി ഇത്രയും വലുതായിട്ട് കണ്ടു. നോ, ഇന്ന് എന്തിനു കൂട്ടി വരുത്തി ചോദിച്ചാൽ ഈ ഇങ്ങനെ എല്ലാ ആഴ്ചയും കൂട്ടി വരുത്താനല്ല, ഈ കൂടി വന്നവരെ നിങ്ങളെ മുറിച്ചു വിടുക. എത്ര പേര് രാമയെ പറയും? നിങ്ങളെ മുറിച്ചു വിടുകയാണ്. ഓരോ വ്യക്തികളെ മുറിച്ചു വിടുക, ഓരോ കുടുംബങ്ങളെ മുറിച്ചു വിടുക, ഓരോ ശുശ്രൂഷകളെ മുറിച്ചു വിടുക. നിങ്ങൾ ഭൂലോകമെങ്ങും പോയി കർത്താവിന്റെ സാക്ഷികളാണ്. അതിനുവേണ്ടി വിളിയുണ്ടോ ചോദിച്ചു? യെസ്, യു ഹാവ് എ കോളിംഗ് ഫ്രം അബവ്. ഉയരത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ ഒരു വിളിയുണ്ട്. അത് വിശ്വസിക്കുന്നവരെല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. എന്റെ മേൽ ദൈവത്തിന് ഒരു വിളിയുണ്ട്, എന്റെ കുടുംബത്തിന് മേൽ ദൈവത്തിന്റെ വിളിയുണ്ട്. അത് വിശ്വസിക്കുന്നവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. ആരും അലക്ഷ്യമായിട്ടിരിക്കേണ്ട, എല്ലാവരും ചേർന്ന് ഇരിക്കുന്നിടത്ത് ഇരുന്നോണ്ട് കർത്താവേ, ലോർഡ് താങ്ക് യു ഫോർ ദ കോളിംഗ് ഐ ഹാവ് ഇൻ മൈ ലൈഫ്. ലോർഡ് താങ്ക് യു ഫോർ ദ കോളിംഗ് ദാറ്റ് ഐ ഹാവ് ഇൻ മൈ ഫാമിലി. ലോർഡ്, എന്റെ മേലുള്ള ദൈവത്തിന്റെ വിളിക്കായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് ആ വിളി ബോധ്യമുള്ളവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. 2, എനിക്കുള്ള അവകാശം. ഒരുപക്ഷെ ഈ വിളി ഉണ്ടെന്ന് പറയുമ്പോഴും എന്നെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് കഴിവില്ല, എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് വലിയ പൈസയൊന്നുമില്ല, എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല, എനിക്ക് ഈ പറഞ്ഞ പോലെ പോയി സുവിശേഷം ചെയ്യാനുള്ള യാതൊരു പരിവും എനിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെയാണ് ദൈവം തന്നിരിക്കുന്ന ചില ഇൻഹെറിറ്റൻസ്, ചില അവകാശങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ദൈവം തന്നതാ, മനുഷ്യൻ തന്നതല്ല.
അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സാക്ഷികളായി മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ സാക്ഷിയായി പോകാനുള്ള സകല അവസരങ്ങളും അതിനുള്ള ഈ സകല റിസോഴ്സസും ദൈവം നമുക്ക് തരും. അത് ഒരുക്കി ദൈവം വെച്ചിട്ടുണ്ട്. അതിനും കൂടെ രാമൻ പറഞ്ഞാണ്. ഇനി ശരി, ഞാൻ പോയി ഒരു രോഗിയെ കണ്ടു, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്ന് അവിടുത്തെ അവസ്ഥ ഞാൻ മനസ്സിലാക്കി, പക്ഷെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പകച്ചു നിൽക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ഒരു വലിപ്പമില്ലാത്ത ശക്തിയുടെ, വലിയ അത്യന്ത ശക്തിയുടെ, എന്തെന്ന് നിങ്ങൾ അതിന്റെ വലിപ്പം പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള അത്യന്ത ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയെ പ്രവർത്തിപ്പിക്കാൻ ഒറ്റ വഴിയുള്ളൂ. വിശ്വാസത്തോടെ അവിടെ പ്രവർത്തിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പറയുക, സുവിശേഷം വിശ്വാസത്തോടെ പറയുക. അവിടെ ആ സുവിശേഷത്തിൽ തന്നെ ശക്തി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പറയുന്ന ദൈവവചനത്തിന് ശക്തിയുണ്ട്. 3, നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. 3 കാര്യം ഞാൻ പറഞ്ഞു. The gospel has power, the word of God has power, and the prayer you pray in faith, it has power. എത്ര പേര് വിശ്വസിക്കുന്നു? അത്ര പേര് വിശ്വസിക്കുന്നു. വായി തുറന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? വായി തുറന്ന് എല്ലാവരും കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, സുവിശേഷത്തിന് ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ എത്ര പേര് ഇന്ന് ഒരു തീരുമാനമെടുക്കും? ലോർഡ്, ഐ വാണ്ട് ടു മൂവ് ഇൻ മൈ കോളിംഗ്, അല്ലെങ്കിൽ ഇൻ ടു മൈ കോളിംഗ്. കർത്താവേ, എന്നെ വിളിച്ച വിളിയിലേക്ക് മുന്നേറുവാൻ ഞാനിതാ തയ്യാറാണ്. 2, കർത്താവേ, എനിക്ക് തന്ന അവകാശങ്ങൾക്കായിട്ട് സ്തോത്രം. അത് ഈ ഭൂമിയിൽ ആരും എനിക്ക് തരുന്നതല്ല, ഒരു സഭയും എഴുതി തരുന്നതല്ല, എനിക്ക് സ്വർഗത്തിൽ ദൈവം തന്നിരിക്കുന്ന അവകാശങ്ങളുണ്ട്. ആ അവകാശത്തിൽ കർത്താവ് ഞാൻ ഇറങ്ങുന്നു. 3, എന്റെ മേൽ കർത്താവ് നീ തന്നിരിക്കുന്ന ശക്തിയുണ്ട്. ഞാനത് അറിഞ്ഞില്ല, പക്ഷെ എൻ്റെ ഉള്ളിലുള്ള ആ ശക്തി, അതിന്റെ അളവ് എനിക്ക് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒന്ന് മനസ്സിലായി, ആ ശക്തിയെ പ്രവർത്തിപ്പിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ആ മാർഗം മറ്റൊന്നുമല്ല, വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് ആ വിശ്വാസത്താൽ നിറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് കർത്താവേ, അങ്ങയുടെ വേലയ്ക്കായി കർത്താവേ, അങ്ങയുടെ സാക്ഷിയായി പോവാൻ ഞാൻ തയ്യാറാണപ്പാ എന്ന് പറയുന്നവർ മാത്രം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആദ്യമേ പ്രാർത്ഥിക്കാൻ പോവാം. സഭ ഒരുമിച്ച് നിങ്ങളെ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കാൻ പോവാ. അത് വ്യക്തികളായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, അതല്ല, if you are part of a small ministry, whatever it is, okay, if you will stand up in your place, just sing, Lord, I know that I have a calling. As a family, Lord, we know that we have a calling. Lord, we know the inheritance. And thirdly, we know the power that is available, not outside or anywhere. The power is inside of us. ഞങ്ങളിൽ തന്നെ ശക്തി ഉണ്ട് കർത്താവേ. ആ കർത്താവെ ശക്തിയാൽ നിറഞ്ഞ് അങ്ങയുടെ സാക്ഷിയാകുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് മാത്രം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇതാ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ വചനപ്രകാരം ദൈവമേ അടിയിലൂടെ അത് പറഞ്ഞനുസരിച്ച് കർത്താവേ, ഇവരെ ഒരു കത്തിയെടുത്ത് ഇവരുടെ കയർ മുറിച്ചവരെ സ്വതന്ത്രമാക്കണമെന്ന് പറഞ്ഞല്ലോ കർത്താവേ. അങ്ങയുടെ വചനപ്രകാരം അങ്ങ് എന്നോട് കൽപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ കർത്താവേ, അങ്ങ് തന്ന അധികാരത്തിൽ കർത്താവേ, അങ്ങയുടെ ദാസൻ എന്ന അധികാരത്തിൽ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ എഴുന്നേറ്റ് തങ്ങളെ തന്നെ സമർപ്പിച്ച് നിൽക്കുന്ന ഈ ഓരോരുത്തരെയും പേരായി, കുടുംബമായി, ചെറിയ ശുശ്രൂഷകളിൽ അങ്ങനെ തന്നെ അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ മുറിച്ച് അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അടിയൻ അവരെ റിലീസ് ചെയ്ത് അയക്കുന്നു. So now they have been legitimized, Lord. They can go and do your work, Lord, because there is power inside of them, Lord. At the same time, Lord, they have been called, Master. And Lord, thank you for their inheritance that they have, Lord. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സഭയായി കർത്താവേ എഴുന്നേറ്റ് സമർപ്പിച്ച് നിൽക്കുന്ന സകലരെയും വ്യക്തികളായും കുടുംബങ്ങളായും അവരെ ഞങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിച്ചയക്കുന്ന കർത്താവേ, അവരുടെ കൂടെ അങ്ങിരുന്ന കർത്താവെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും കർത്താവെ അവരെ എടുത്ത് ഉപയോഗിക്കണമേ, ഞങ്ങളുടെ മഹത്വത്തിനാക്കി അവരെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.